അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീവി തകൃതിയായി വീട്ടുജോലികൾ ചെയ്തു തീർക്കുകയാണ്. മക്കളായ ഹസൻ ഹുസൈനെ കുളിപ്പിക്കുന്നു, തല തോർത്തി കൊടുക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതിനിടയിൽ തന്നെ കുബ്ബൂസും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്നയാളാണ്. ഇന്നെന്ത് പറ്റിയാവോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നതെന്തേ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. കേട്ടയുടനെ ഫാത്തിമ ബീവി ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല. പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാ മടക്കം? ദേഷ്യം പിടിക്കാതെ തന്നെ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. നമ്മളെങ്ങാനും ആയിരുന്നുവെങ്കിൽ അടിയും ചീത്തയും ഒക്കെ ഇട്ട് രംഗം വഷളാക്കിയനെ. പണ്ഡിതന്മാർ ആവർത്തിച്ച് പറഞ്ഞതും ഇതുകൊണ്ടാണ്, ഈ ദാമ്പത്യത്തിൽ നമുക്ക് മാതൃകയുണ്ടെന്ന്. ഖിയാമത്ത് നാളാവുന്നതുവരെ ഞാൻ മടങ്ങി വരില്ല, ഇടിവെട്ടേറ്റതുപോലെയുള്ള മറുപടി. അലി റളിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിൽക്കുന്നു. എന്താ ഫാത്തിമ ഈ പറയണേ? നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്? കണ്ണു നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പറയുന്നു, ഞാൻ എൻ്റെ ഉപ്പാനെ മുത്തുനബിയെ സ്വപ്നം കണ്ടു. ഒരുപാട് കാലമായില്ലേ, കാണാൻ പൂതി പെരുത്തുന്നു, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും. ഇത് കേട്ടതോടെ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ ബീവിയും. ആകാശം കറുത്തു, ഭൂമി പിടച്ചു. ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടുപോവുകയാണ്. എന്ത് പറയണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്നുണ്ട് അലി റളിയല്ലാഹു അൻഹു. വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലി റളിയല്ലാഹു അൻഹു. എല്ലാവരും പിരിയേണ്ടവരാണ്. നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ്. നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? തനിക്ക് നല്ല 2 മക്കളെ സമ്മാനിച്ച, കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ, അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന പുന്നാര നബിയുടെ മകൾ. അലി റളിയല്ലാഹു അൻഹു ദുഃഖത്തിന്റെ കൊടുമുടി കയറുകയാണ്. ഫാത്തിമ ബീവി മക്കളെ വിളിച്ച് 2 പേരെയും മടിയിലിരുത്തി. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കി. അപ്പോഴേക്കും ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു. ഞാൻ പോയാൽ പിന്നെ ആരാ എൻ്റെ മക്കളെ കുളിപ്പിക്കുക, ഉടുപ്പിടിച്ച് തരാ എന്നും പറഞ്ഞ് തുരുതുരാ ചുംബിച്ച് കരയുകയാണ് ഫാത്തിമ ബീവി. വീടാകെ മൂകത, ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഇതൊക്കെ കേട്ട് നെഞ്ചു പൊട്ടി വേദനിക്കുകയാണ് ഭർത്താവായ അലി. മരണം വരുമെന്നറിയാം, പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല. കവിൾ നനഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നീ പോവുകയാണല്ലേ? നാളെ നിന്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുതെന്നും പറയണം. പിന്നെ നിന്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നെപ്പറ്റി പരാതി പറഞ്ഞേക്കരുത്. ഞാനൊരു പാവമാണ്, എല്ലാം പൊരുത്തപ്പെടണം. നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ നന്മകളില്ലാതെ ഞാൻ വിഷമിക്കുമ്പോൾ ഈ പാവത്തെയും പരിഗണിക്കാൻ മുത്തുനബിയോട് പറയണം. ചങ്ക് പൊട്ടിപ്പോകുന്ന ഈ വാക്കുകൾ പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു കണ്ണീർ വാർക്കുന്നു. ഇതൊക്കെ കേട്ട് താങ്ങാനാവാതെ വിതുമ്പിക്കരയുകയാണ് ഫാത്തിമ ബീവി. ഓ അലിയാർത്തങ്ങളെ, എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മരിച്ചാൽ എന്നെ കഫൻ ചെയ്യുന്നതും മറമാടുന്നതും നിങ്ങൾ തന്നെയായിരിക്കണം. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ വല്ലാതെ വിഷമിക്കും, അനാഥരാകും. അതുകൊണ്ട് യതീമക്കളെ കണ്ടാൽ പ്രത്യേകം പരിഗണിക്കണം. കൂടെ എന്നെയും ഓർക്കണം. എനിക്കും പൊരുത്തപ്പെട്ടു തരണം. പിന്നെ എൻ്റെ പുന്നാര മക്കളായ ഹസൻ ഹുസൈനെ ഒരിക്കലും തല്ലരുത്. ഫാത്തിമ ബീവി തുടർന്നു, ഞാൻ ഉപ്പയെയും ആകാശത്തിലെ മലക്കുകളെയും കണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ എൻ്റെ പാത്രത്തിൽ സൂക്ഷിച്ച ഒരു പേപ്പറുണ്ട്, അതൊന്ന് കൊണ്ടുവരാമോ? അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതും ഫാത്തിമ ബീവി പറഞ്ഞു, എന്നെ മറമാടുമ്പോൾ ഈ പേപ്പറും കൂടി എന്നോട് ചേർത്ത് വെക്കണം. നിങ്ങൾ അതിലേക്ക് നോക്കാൻ ശ്രമിക്കരുത്.
പരമരഹസ്യമാണിത്, എനിക്കത് പറഞ്ഞു തരണമെന്ന് അലി റളിയല്ലാഹു അൻഹു. പ്രിയനെ, നമ്മുടെ കല്യാണത്തിന് മുമ്പ് എന്നോട് ഉപ്പ ചോദിച്ചു, 400 ദിർഹം മഹറിന് നിന്നെ അലിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് തൃപ്തിയാണോ? എനിക്ക് അലിയാർ തങ്ങളെ തൃപ്തിയാണ് ഉപ്പ, ദിർഹമിന് ഞാൻ തൃപ്തിപ്പെടുന്നില്ല. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, സ്വർഗവും അതിലുള്ള മുഴുവനും ഫാത്തിമ ബീവിക്ക് അള്ളാഹു മഹറാക്കിയിരിക്കുന്നു. എന്നിട്ടും ഫാത്തിമ ബീവി വിടുന്ന മട്ടില്ല, എനിക്കതും തൃപ്തിയായില്ല. മഹദി പ്രതികരിച്ചു, പിന്നെ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? മുത്തുനബി വളരെ സൗമ്യമായി ചോദിച്ചു, അങ്ങയുടെ ഉമ്മത്തിന്റെ ശഫാഅത്ത് എനിക്ക് ഉറപ്പ് തരണം. എൻ്റെ ഉപ്പ അതാണല്ലോ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളതും. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പേപ്പറുമായി വന്നു. അതിൽ ഉമ്മത്തിന് ശഫാഅത്തുണ്ടെന്നും എഴുതിയിട്ടുണ്ട്. ഞാൻ അതും കൊണ്ട് മഹ്ശറിൽ വരും, റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും. അന്ത്യനാളിൽ ഒരാൾ വിളിച്ചു പറയുമത്രേ, ഓ സമൂഹമേ, ഫാത്തിമ ബീവി സിറാത്ത് കടക്കുന്നത് വരെ നിങ്ങളുടെ കണ്ണുകൾ അടക്കണം. ജീവിതകാലത്ത് അവർ അത്രയും സൂക്ഷിച്ചവരാണ്. ഓർമ്മകളും വിരഹവും പറഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് രണ്ടുപേരും. പെട്ടെന്ന് ഫാത്തിമ ബീവി തന്റെ പരിചാരികയോട്, ഇനി ആരെയും റൂമിലേക്ക് കടത്തിവിടരുത്, ഞാൻ ദിക്റ് സ്വലാത്ത് ചൊല്ലിക്കിടക്കുകയാണെന്നും പറഞ്ഞ് മുത്തുനബി ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണടച്ചു കിടന്നു. സമയമായി. ഫാത്തിമ ബീവി ഈ ലോകം വെടിയുന്നു. അള്ളാഹു റൂഹ് പിടിക്കാൻ കൽപ്പിച്ചു. മുത്തുനബിയുടെ സൗന്ദര്യവും നടപ്പും ശൈലിയും ഒത്തിണങ്ങിയ പുന്നാര മകൾ യാത്രയാവുന്നതറിഞ്ഞ് ആകാശം കരഞ്ഞു, ഭൂമി പിടച്ചു, സർവജീവജാലങ്ങളും വിതുമ്പുന്നു. മക്കൾ രണ്ടുപേരും വാവിട്ടു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അയൽവാസികളും നാടൊന്നാകെ വഫാത്ത് താങ്ങാൻ കഴിയാതെ വിതുമ്പുകയാണ്. വിവരമറിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നെത്തി. പ്രിയതമയുടെ മുഖത്ത് നോക്കി കരയുമ്പോൾ പണ്ട് മുത്തുനബി പറഞ്ഞത് ഓർക്കുന്നുണ്ട്, അലിയെ, ഫാത്തിമ സ്വർഗത്തിലും നിന്റെ ഭാര്യയായിരിക്കും. അലി റളിയല്ലാഹു അൻഹു തന്നെ മയ്യിത്ത് പരിപാലനം നടത്തി. ജീവിതകാലത്ത് അന്യപുരുഷന്മാർ ആരും ഫാത്തിമ ബീവിയുടെ ഔറത്ത് കണ്ടിട്ടില്ല. മരണസമയത്തും അങ്ങനെ തന്നെ. കൂട്ടുകാരെ, മരണസമയത്തും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം വാശി പിടിച്ച, ജീവിതം മുഴുവനും അന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ, ഭർത്താവിന്റെ ഇല്ലായ്മകളിൽ വല്ലായ്മ പറയാതെ കൂടെ നിന്ന പൊന്നുമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് മാതൃകയാണ്. കുട്ടിക്കാലം തൊട്ടേ വലിയ ധീരയും സൽഗുണ സമ്പന്നയുമായിരുന്നു. ഒരു ദിവസം അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മസ്ജിദുൽ ഹറാമിലേക്ക് പോയി. അവിടെ വെച്ച് പ്രവാചകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഖുറൈശികളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ ഒത്തുകൂടുകയും നബിയുടെ മേൽ മാലിന്യമെറിയാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് കണ്ട ഫാത്തിമ അവിടെ ധൈര്യത്തോടെ നിലയുറപ്പിക്കുകയും അബൂജഹൽ, ഉഖ്ബ, ഷൈബ തുടങ്ങിയ ദുഷ്ടന്മാരുടെ ആക്രമണത്തിൽ നിന്ന് തന്റെ പിതാവിനെ ഒരു കവചം പോലെ സംരക്ഷിക്കുകയും ചെയ്തു. സ്വർഗസ്ത്രീകളുടെ നേതാവാണെന്ന് നബിതങ്ങൾ ഫാത്തിമ ബീവിയെ സഹാബാക്കൾക്ക് പരിചയപ്പെടുത്തി. സ്ത്രീവർഗത്തിന്റെ സംരക്ഷക കൂടിയായിരുന്നു ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവിയുടെ ചരിത്രം ആരെയാണ് കുളിരണിയിക്കാത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വേളയിൽ പൊന്നോമന പുത്രി ഫാത്തിമ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. കണ്ണു തുറന്ന പ്രവാചകൻ തന്റെ ഓമന മകളെ അരികിലേക്ക് വിളിച്ച് സ്വകാര്യമായി സംസാരിച്ചു. ഇത് കേട്ട ഫാത്തിമ ആദ്യം കരഞ്ഞു, പിന്നീട് ചിരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചവരോട് ഫാത്തിമ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ പിതാവ് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞത്. അപ്പോൾ എന്റെ പിതാവ് പറഞ്ഞു, ഫാത്തിമ കരയരുത്, എന്റെ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് ആദ്യം എത്തുക നീയായിരിക്കും. ഇത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത്. അതെ, പ്രവാചകന്റെ പ്രവചനം പുലരുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യത്തിനു ശേഷം 6 മാസം കഴിഞ്ഞെത്തിയ റമദാനിൽ ഒരു തിങ്കളാഴ്ച അത് സംഭവിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെയും 5 മക്കളെയും വിട്ട് ഫാത്തിമ ബീവി പ്രിയ പിതാവിന്റെ അരികിലേക്ക് ചിറകിട്ടടിച്ചു പറന്നുപോയി. അതുപോലൊരു റമദാനിൽ പതിവ് പോലെ സുബ്ഹി നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോവുകയായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ ഇരുളിന്റെ മറവിൽ നിന്ന്
വിശ്ലിപ്തമായ കഠാര കൊണ്ട് അബ്ദുല്ലാഹിബ്നു മുൽജിം ആഞ്ഞു വെട്ടി വീഴ്ത്തി. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം ഉച്ചരിച്ച് റമളാൻ 19 ഞായറാഴ്ച 63-ാമത്തെ വയസ്സിൽ അലി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു. സ്വർഗത്തിൽ ഇരുവരെയും കണ്ടുമുട്ടാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ.